ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ പരിശുദ്ധമായ ക്രിസ്മസ് രാവിൽ ബെത്ലഹേമിലെ പുൽക്കൂട്ടിന് മുന്നിൽ മുട്ടുകുത്താൻ നമുക്ക് വീണ്ടും ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. കേവലം ഒരു നവജാത ശിശുവിനെ കണ്ട് ആസ്വദിക്കാൻ മാത്രമല്ല, മറിച്ച് മനുഷ്യരാശിക്ക് മേൽ ചൊരിയപ്പെട്ട ദൈവത്തിൻ്റെ അതിരറ്റ ഔദാര്യത്തെയും കരുണയെയും കുറിച്ച് ധ്യാനിക്കാനാണ്. ക്രിസ്മസ് എന്നത് ബെത്ലഹേമിൽ നടന്ന ഒരു ജനനത്തിൻ്റെ ഓർമ്മ പുതുക്കൽ മാത്രമല്ല, മറിച്ച് ദൈവം മനുഷ്യരാശിക്ക് തന്നെ തന്നെ നൽകുന്ന സ്നേഹത്തിൻ്റെ ദിവ്യ രഹസ്യമാണത്. എളിയ പുൽക്കൂട്ടിൽ ആരംഭിച്ചത് വിശുദ്ധ കുർബാനയിലൂടെ ബലിപീഠത്തിൽ പൂർണ്ണതയിലെത്തുന്നു. അതിനാൽ ബെത്ലഹേമും വിശുദ്ധ കുർബാനയും വേർതിരിക്കാനാവാത്ത വിധം ഒന്നായിരിക്കുന്നു. ബെത്ലഹേം എന്ന പേരിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ വീട് എന്നാണ്. ഇത് ചരിത്രത്തിലെ ഒരു യാദൃച്ഛികതയല്ല, മറിച്ച് ഭൂമിശാസ്ത്രത്തിൽ തന്നെ എഴുതപ്പെട്ട ഒരു ദൈവിക പ്രവചനമാണ്. അതിന് പൂർണ്ണത നൽകിക്കൊണ്ട് യേശു തന്നെ അരുൾ ചെയ്തു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന്. അതായത് അപ്പത്തിൻ്റെ വീടെന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് ജനിച്ച് മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ടവൻ ലോകത്തിന് ഭക്ഷണമായി മാറാൻ വന്നവനാണ് എന്ന് സാരം. അതെ, ക്രിസ്മസ് വിരൽ ചൂണ്ടുന്നത് വിശുദ്ധ കുർബാനയിലേക്കാണ്. വിശുദ്ധ അഗസ്റ്റിൻ അതിമനോഹരമായി പഠിപ്പിക്കുന്നു, അവൻ പുൽക്കൂട്ടിൽ കിടന്നു, അങ്ങനെ അവൻ നമ്മുടെ ഭക്ഷണമായി തീർന്നു. തുടക്കം മുതൽക്കേ ക്രിസ്തു തന്നെ തന്നെ ഒരു ദാനമായും ഭക്ഷണമായും ബലിയായും അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം അവിടുത്തെ സ്നേഹവും കരുണയുമാണ്. ക്രിസ്മസ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അതിരറ്റ ഔദാര്യമാണ്. വചനം തന്നെ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതായത് ക്രിസ്മസ് എന്നത് അടിസ്ഥാനപരമായി ഈ നൽകലിൻ്റെ ഒരു ആഘോഷമാണ്. ദൈവം നമുക്ക് നൽകിയത് സ്വർണമോ മറ്റേതെങ്കിലും വസ്തുവോ അധികാരശക്തിയോ അല്ല. അവിടെ നയിച്ചത് സ്വന്തം പുത്രനെ തന്നെയാണ്. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഔദാര്യം മാംസം ധരിക്കുന്നു. നാം നല്ലവരായതുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്, മറിച്ച് നമ്മെ നല്ലവരാക്കി തീർക്കാൻ വേണ്ടിയാണ്. അതെ, പുൽക്കൂടിൽ കിടക്കുന്ന ആ ശിശു ദൈവത്തിൻ്റെ നിരുപാധികമായ ദാനമാണ്. മനുഷ്യരാശി അത് അർഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് മനുഷ്യരാശിയെ ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ് ആ ദാനം നൽകപ്പെട്ടത്. യഥാർത്ഥമായ എല്ലാ സമ്മാനങ്ങളും സ്നേഹത്തിൽ നിന്നാണ് ഒഴുകുന്നത്. സ്നേഹം എപ്പോഴും പുറത്തേക്ക് ഒഴുകുന്നതാണ്, നൽകുന്നതാണെന്ന് ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു സമ്മാനത്തിൻ്റെ മൂല്യം അതിൻ്റെ പുറമോടിയിലല്ല, മറിച്ച് അതിലടങ്ങിയിരിക്കുന്ന സ്നേഹത്തിലാണ്. ദൈവത്തിൻ്റെ സമ്മാനം പൊതിഞ്ഞു വന്നത് പ്രൗഢിയിലല്ല, മറിച്ച് ദാരിദ്ര്യത്തിലും എളിമയിലുമാണ്. ഒരു തൊഴുത്തിൽ ജനിച്ചു, ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി, ഇടയന്മാർ സ്വാഗതം ചെയ്തു. വിശുദ്ധ ബെർണാഡ് പറയുന്നത് ഇപ്രകാരമാണ്, ഇതിനേക്കാൾ അത്ഭുതകരമായി മറ്റെന്തുണ്ട്? ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീരുന്നു, അതുവഴി മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി തീരാൻ വേണ്ടി. ആ സമ്മാനത്തിന് ദൈവം വലിയ വില കൊടുക്കേണ്ടതായി വന്നു. ഒരു യഥാർത്ഥ സമ്മാനത്തിന് എപ്പോഴും വലിയ വില നൽകേണ്ടി വരും. പുൽക്കൂട് ഇപ്പോൾ തന്നെ കുരിശിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഉണ്ണിയെ പൊതിഞ്ഞ പിള്ളക്കച്ചകൾ ശവക്കച്ചയുടെ നിഴലാണ്. ബെത്ലഹേം കാൽവരിക്ക് വഴിയൊരുക്കുന്നു. ക്രിസ്മസ് എന്നത് ദൈവത്തിൻ്റെ പൂർണ്ണമായ ആത്മദാനത്തിൻ്റെ തുടക്കമാണ്. അത് കുരിശിൽ പൂർണ്ണമാവുകയും വിശുദ്ധ കുർബാനയിൽ തുടരുകയും ചെയ്യുന്നു. അതുകൊണ്ട് പുൽക്കൂടും ബലിപീഠവും സംസാരിക്കുന്നത് ഒരേ ഭാഷയാണ്, സ്വയം നൽകുന്ന സ്നേഹത്തിൻ്റെ ഭാഷ. പുൽക്കൂട്ടിൽ ക്രിസ്തു മനുഷ്യരാശിക്ക് തന്നെ തന്നെ നൽകുന്നു. കുരിശിൽ അവിടുന്ന് തന്നെ തന്നെ പൂർണ്ണമായി നൽകുന്നു. വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് തന്നെ തന്നെ നിരന്തരമായി നൽകുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാനയില്ലാതെ ക്രിസ്മസ് പൂർണ്ണമാകുന്നില്ല, അതിൻ്റെ ലക്ഷ്യവും കാണുന്നില്ല. ദിവ്യകാരുണ്യമില്ലാത്ത ക്രിസ്മസ് അപൂർണമായ ക്രിസ്മസ് ആണ്. ദൈവം നൽകിയ ഈ സമ്മാനം, ഉണ്ണിയേശുവിനെ, യഥാർത്ഥത്തിൽ നാം സ്വീകരിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. സമ്മാനം സ്വീകരിക്കാൻ വിമുഖത കാട്ടുന്നവൻ സമ്മാനം നൽകിയവനെയാണ് ആത്യന്തികമായി എതിർക്കുന്നത്. മാത്രമല്ല, ഉപയോഗിക്കാത്ത സമ്മാനം പാഴായിപ്പോയ സമ്മാനമാണ്. മറിയം വിശ്വാസത്തോടെ ആ സമ്മാനം സ്വീകരിച്ചു.
നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഇടയന്മാർ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവരായിരുന്നു ഉണ്ണീശോയെ ആദ്യം ആരാധിച്ചവർ. അവർ കേട്ട കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ നിന്നില്ല. അവർ തർക്കിക്കാൻ നിന്നില്ല. അവർ മുട്ടുകുത്തി ആരാധിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് മുന്നിൽ നമുക്കും വേണ്ടത് ഇതേ മനോഭാവമാണ്. ജ്ഞാനികളും അവിടുത്തെ ആരാധനയോടെ സ്വീകരിച്ചു. എന്നാൽ ഹെറോദേസ് ഭയം മൂലം ആ സമ്മാനത്തെ തള്ളിക്കളഞ്ഞു. ക്രിസ്മസ് നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നു, ദൈവത്തിൻ്റെ സമ്മാനത്തെ നീ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? നന്ദിയോടെയോ ഉപേക്ഷയോടെയോ അതോ എതിർപ്പോടെയോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മുന്നറിയിപ്പ് നൽകുന്നു. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. പുൽക്കൂട്ടിൽ പിറന്ന അതേ ഉണ്ണീശോയെ കുർബാനയുടെ രൂപത്തിൽ കൈകളിൽ സ്വീകരിക്കുമ്പോൾ എളിമ നിറഞ്ഞ ഹൃദയത്തോടും ആരാധനയോടും യോഗ്യമായി സ്വീകരിക്കാം. അവസാനമായി, സ്വീകരിക്കുന്നതിൽ നിന്ന് അതേ സ്നേഹം നൽകുമ്പോഴാണ് നമ്മിൽ ക്രിസ്മസ് പൂർണ്ണമാകുന്നത്. ദൈവത്തിന്റെ ദാനം സ്വീകരിക്കുന്നവർ മറ്റുള്ളവർക്കായി ദാനമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ തെളിവ് പ്രവൃത്തികളിലാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു നമുക്കുള്ള ദൈവത്തിന്റെ ദാനമാണെങ്കിൽ ക്ഷമ എന്നത് മറ്റുള്ളവർക്ക് നൽകുന്ന നമ്മുടെ ദാനമാകണം. സമയമെന്നത് കുടുംബത്തിന് നൽകുന്ന ദാനമാകണം. കരുണ എന്നത് ദരിദ്രർക്ക് നൽകുന്ന ദാനമാകണം. വിശുദ്ധ മദർ തെരേസ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ദൈവത്തെ അനുവദിക്കുമ്പോഴൊക്കെ അത് ക്രിസ്മസ് ആണ്. ക്രിസ്മസിന്റെ യഥാർത്ഥ ആഘോഷം അലങ്കാരങ്ങളിലല്ല, മറിച്ച് നമ്മുടെ മാറ്റത്തിലാണ്. ക്രിസ്തു വന്നപ്പോൾ കാലചക്രം ക്രിസ്തുവിന് മുൻപും പിൻപും എന്നായതുപോലെ, പുൽക്കൂട് ഒരു ദേവാലയമായതുപോലെ, ജ്ഞാനികൾക്കും ആട്ടിടയന്മാർക്കും ഒരുപോലെ കടന്നു ചെല്ലാൻ കഴിഞ്ഞ സ്ഥലമായതുപോലെ, നമ്മുടെയും ജീവിതങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശുദ്ധ ദേവാലയങ്ങളായി മാറട്ടെ. പ്രിയപ്പെട്ടവരെയും, ക്രിസ്മസ് വിളക്കുകൾ അണയുമ്പോഴും സമ്മാനപ്പൊതികൾ തുറന്നു കഴിയുമ്പോഴും ഒരു സമ്മാനം മാത്രം അവശേഷിക്കുന്നു: ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഈ ക്രിസ്മസിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ സമ്മാനത്തെ തിരിച്ചറിയാൻ, വിശ്വാസത്തോടെ അവിടുത്തെ സ്വീകരിക്കാൻ, ലോകത്തിന് ഒരു സമ്മാനമായി നമ്മെ തന്നെ മാറ്റാൻ. നമുക്കായി ജനിച്ച ശിശു നമ്മളിൽ ജനിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം തുടർന്നും നൽകപ്പെടട്ടെ. ഓരോ വിശുദ്ധ കുർബാനയും പുതുക്കപ്പെടുന്ന ക്രിസ്മസാണ്. ഓരോ അൾത്താരയും ഓരോ ബെത്ലഹേമാണ്. ഓരോ ദിവ്യകാരുണ്യ സ്വീകരണവും ദൈവം നമ്മോടുകൂടെ എന്ന അനുഭവമാണ്. വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാനും മറിയത്തിൻ്റെ വിശ്വാസത്തോടെ അവിടുത്തെ സ്വീകരിക്കാനും ഇടയന്മാരുടെ എളിമയോടെ അവിടുത്തെ ആരാധിക്കാനും ജീവനുള്ള സക്രാരികളെപ്പോലെ അവിടുത്തെ ലോകത്തിന് നൽകാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ ബെത്ലഹേമിൽ ജനിച്ചവൻ നമ്മുടെ ഹൃദയങ്ങളിൽ യഥാർത്ഥമായി ജനിക്കട്ടെ. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുന്നുവെങ്കിൽ ഔദാര്യം നമ്മുടെ സ്വഭാവമാകും, കരുണ നമ്മുടെ ഭാഷയാകും, അനുകമ്പ നമ്മുടെ ജീവിതശൈലിയാകും. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു സംഭവം മാത്രമല്ല, അനുകരിക്കേണ്ട ഒരു ജീവിതം കൂടിയാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.